ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സാബിഖൂന സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ ഫീ ജന്നാത്തിൻ നഈം തുല്ലത്തും മിനൽ അവ്വലീൻ വഖലീലും മിനൽ ആഖിരീൻ അലാ സുറുറിൻ മൗദൂനത്തിൻ മുത്തക്കിഈന അലൈഹാ മുതഖാബിലീൻ യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ ബിഅക്വാബിൻ ബാബാരിഖ വകഅസിൻ മിൻ മഈൻ. നന്മയിലേക്ക് മുന്നേ നടന്നവരാണ്, സ്വർഗത്തിലേക്ക് മുന്നേ നടക്കുന്നവർ. അവരാണ് അള്ളാഹുവിൻ്റെ സാമീപ്യം നേടിയവർ. അനുഗ്രഹീത ആരാമങ്ങളിലാണ് അവർ. പൂർവികരിൽ നിന്നുള്ള ഒരു വൻ സംഘവും പിന്മുറക്കാരിൽ നിന്നുള്ള ഒരു ചെറു സംഘവും രത്നകവചിത കനകക്കട്ടിലുകളിൽ അവർ മുഖാമുഖം ചാരി ഇരുന്നുല്ലസിക്കും. കോപ്പകളും കൂജകളും മദ്യചഷകങ്ങളുമായി നിത്യബാലന്മാർ അവർക്ക് ചുറ്റുമുണ്ടാകും. വലതുകക്ഷി, ഇടതുകക്ഷി, നന്മയിൽ മുൻകടന്നവർ എന്നിവരാണ് മൂന്ന് കക്ഷികൾ. അവരിൽ രണ്ടു വിഭാഗം സ്വർഗത്തിലാണ്. മുൻകടന്നവർ അസാബിഖൂൻ പ്രവാചകന്മാരാണെന്നും ഓരോ സമുദായത്തിൽ നിന്നും മുൻപന്തിയിൽ നിൽക്കുന്നവരാണെന്നും മറ്റും അഭിപ്രായങ്ങളുണ്ട്. ഈ വചനത്തിൽ പൂർവികർ, പിന്മുറക്കാർ എന്നിങ്ങനെ പറഞ്ഞത് ഈ സമുദായത്തിലെ മുൻഗാമികളും പിൻഗാമികളുമാണെന്നാണ് പണ്ഡിതന്മാരുടെ പ്രബല പക്ഷം. ആദം നബി അലൈഹിസ്സലാം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ളവരാണ് പൂർവികരെന്നും അവിടെ മുതൽ അന്ത്യനാൾ വരെയുള്ളവരാണ് പിന്മുറക്കാരെന്നും അഭിപ്രായമുണ്ട്. ലാ യുസദ്ദഊന അൻഹാ വലാ യുൻസിഫൂൻ വഫാകിഹത്തിൻ മിമ്മാ യതഖയ്യറൂൻ വലഹ്മി ത്വയ്രിൻ മിമ്മാ യസ്തഹൂൻ വഹൂറുൻ ഐൻ കഅംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅ്സീമാ ഇല്ലാ ഖീലൻ സലാമൻ സലാമാ വസ്വഹാബുൽ യമീനി മാ സ്വഹാബുൽ യമീൻ ഫീ സിദ്രിൻ മഖ്ദൂദ് വതുൽഹിൻ മൻദൂദ് വളില്ലിൻ മംദൂദിൻ വമാഇൻ മസ്കൂബ് വഫാകിഹത്തിൻ കസീറത്തിൻ ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ വഫുറുശിൻ മർഫൂഅ ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ ഫജഅൽനാഹുന്ന അബ്കാറ ഉർബൻ അത്റാബൻ ലിഅസ്ഹാബിൽ യമീൻ. അവ മൂലം തലവേദനയോ ലഹരിയോ അവരെ ബാധിക്കുന്നില്ല. അവരിഷ്ടപ്പെടുന്ന പഴങ്ങളും മോഹിക്കുന്ന പക്ഷിമാംസങ്ങളും ആ ഭൃത്യന്മാരുടെ പക്കൽ ഉണ്ടാവും. വശ്യനയനങ്ങളുള്ള സുന്ദര സ്ത്രീകളുമുണ്ട്. ചിപ്പികളിൽ സൂക്ഷിച്ച മുത്തുപോലെ അഴകുള്ളവരാണവർ. അവർ ചെയ്തിരുന്ന കർമ്മങ്ങൾക്കുള്ള ഫലമായിട്ടാണിതെല്ലാം. അവിടെ അനാവശ്യമോ അനാശാസ്യമോ ആയൊന്നും അവർ കേൾക്കുകയില്ല. സലാം സലാം എന്ന വാക്കല്ലാതെ വലതുപക്ഷം എന്താണ് വലതുപക്ഷം? മുള്ളില്ലാത്ത ഇലന്ത മരങ്ങൾക്കും പഴങ്ങൾ ഇടത്തൂർന്നു നിൽക്കുന്ന വാഴകൾക്കും വിശാലമായ തണലുകൾക്കും ഒഴുകുന്ന അരുവികൾക്കും നിലക്കുകയോ വിലക്കപ്പെടുകയോ ചെയ്യാത്ത പഴങ്ങൾക്കും മേത്തരം വിരിപ്പുകൾക്കും ഇടയിലായിരിക്കും അവർ. നിശ്ചയം നാം ആ തരുണികളെ സവിശേഷം സൃഷ്ടിച്ചിരിക്കുന്നു. അങ്ങനെ നാം അവരെ കന്യകകളും ഭർതൃപ്രേമികളും സമപ്രായക്കാരുമാക്കിയിരിക്കുന്നു. വലതുപക്ഷക്കാർക്കു വേണ്ടിയാണത്.